വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ 5 വചനങ്ങളുടെ ലളിതമായ മലയാള പരിഭാഷയും വിശദീകരണവും താഴെ നൽകുന്നു. പരിഭാഷ: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. 1. അലിഫ് ലാം മീം. 2. ഇത് ആ ഗ്രന്ഥമാകുന്നു, ഇതിൽ യാതൊരു സംശയവുമില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക്, മുത്തഖീങ്ങൾക്ക് നേർവഴി കാണിക്കുന്നതാണത്. 3. അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും നാം നൽകിയ വിഭവങ്ങളിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവർ. 4. നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഖുർആൻ നിനക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നവർ, പരലോകത്തിൽ ഉറച്ച ബോധ്യമുള്ളവർ. 5. തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സന്മാർഗത്തിലാകുന്നു അവർ, അവർ തന്നെയാണ് വിജയികൾ. വിശദീകരണം: ഈ വചനങ്ങൾ യഥാർത്ഥ വിശ്വാസികളുടെ ഗുണഗണങ്ങളെയും അവർക്കുള്ള പ്രതിഫലത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. അലിഫ് ലാം മീം ഇതിനെ ഹുറൂഫുൽ മുഖത്വാത്ത് എന്ന് വിളിക്കുന്നു. ഇതിന്റെ യഥാർത്ഥ അർത്ഥം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. സംശയമില്ലാത്ത ഗ്രന്ഥം ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സത്യസന്ധമായി സന്മാർഗം അന്വേഷിക്കുന്നവർക്ക് ഇത് കൃത്യമായ വഴി കാണിച്ചു തരുന്നു. മുത്തഖീങ്ങൾ, സൂക്ഷ്മതയുള്ളവർ, അള്ളാഹുവിനെ ഭയപ്പെടുകയും അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഗ്രന്ഥം കൊണ്ട് ഉപകാരം ലഭിക്കുകയുള്ളൂ. വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ: സ്റ്റാർ, അദൃശ്യകാര്യങ്ങൾ, അള്ളാഹു, മലക്കുകൾ, സ്വർഗം, നരകം തുടങ്ങിയ നേരിട്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കൽ. കർമ്മങ്ങൾ: നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കലും അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ദാനധർമ്മങ്ങൾ ചെയ്യലും. വേദഗ്രന്ഥങ്ങൾ: ഖുർആനിലും അതിനു മുമ്പ് വന്ന വേദഗ്രന്ഥങ്ങളിലും തൗറാത്ത്, ഇഞ്ചീൽ തുടങ്ങിയവ വിശ്വസിക്കൽ. വിജയികൾ: ഈ ഗുണങ്ങളുള്ളവർ അള്ളാഹുവിന്റെ നേർവഴിയിലാണെന്നും അവരാണ് ഇരുകേന്ദ്രങ്ങളിലും യഥാർത്ഥ വിജയം നേടുന്നവരെന്നുമാണ് ഖുർആൻ പ്രഖ്യാപിക്കുന്നത്.